വെയിൽ ഒരുപാട് അടിച്ചു കഴിയുമ്പോൾ യുവി റേഡിയേഷൻ കൊണ്ടുണ്ടാവുന്ന ഡാമേജ് നമുക്ക് ഹെയറിനും ഉണ്ടാവും. നമുക്ക് ഓയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് ഓയിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്കാൽപ്പും നമ്മുടെ സ്കിന്നും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഓയിൽ അത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഭയങ്കര തിൻ ആയിട്ടുള്ള, അതായത് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത ടൈപ്പ് ബ്രഷുകളാണ് ചിലർ ഉപയോഗിക്കാം. ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടാക്കും. അത് നമ്മുടെ ബോഡിയിൽ എന്ത് രീതിയിലുള്ള ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആദ്യം ഒരു പ്രിഫറൻസ് കൊടുക്കാതിരിക്കുന്നത് ഹെയറിനായിരിക്കും. നമ്മൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്ന പോലെ ഹെയർ കെയറിന് അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? ഹെയർ കെയറിനും റൂട്ടീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പോലെ തന്നെ ഹെയറിനും നമ്മൾ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ഹെയർ ഡാമേജ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ സ്കിന്നിന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു ഫോട്ടോ പ്രൊട്ടക്ഷൻ ഹെയറിനും ആവശ്യമാണ്. നമ്മൾ വെയിൽ ഒരുപാട് അടിച്ചു കഴിയുമ്പോൾ യുവി റേഡിയേഷൻ കൊണ്ടുണ്ടാവുന്ന ഡാമേജ് നമുക്ക് ഹെയറിനും ഉണ്ടാവും. അപ്പൊ അത് ആൾക്കാർ അധികം കുറച്ചൊന്ന് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒരു ഹാറ്റ് വെക്കുക, ഒന്ന് ഹെയർ ഒന്ന് പതുക്കെ വെയിൽ കൊള്ളുന്നതിന് പ്രൊട്ടക്ട് ചെയ്യണമൊക്കെ നല്ലതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്വിമ്മിങ്ങിന്റെ കാര്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിം ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്ലോറിൻ, സ്വിമ്മിംഗ് പൂളിലെ വാട്ടർ കുറച്ചധികം ക്ലോറിനേറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യലും ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളൊരു ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യാം. ഈ ഹെയർ ക്യാപ്പ് ഒന്നെങ്കിൽ വെറുതെ ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഓയിലിംഗ് ചെയ്തതിന് ശേഷം ഒന്ന് ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ആ സ്വിമ്മിങ്ങിന് ഉണ്ടാവുന്ന ആ ക്ലോറിൻ വാട്ടറിന്റെ ഡാമേജ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്വിം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒന്ന് ഹെയർ വാഷ് ചെയ്യാൻ വേണം. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ മുടി കൊഴിച്ചിൽ, ഹെയർ ഫോൾ എന്ന് പറയുന്നത്. ഈ ഒരു റുട്ടീൻ, നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ പറ്റും. അതായത് ഹെയർ ഫോൾ, അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഹെയർ ഫോൾ നമുക്ക് ഹെയർ റുട്ടീൻ കൊണ്ട് മാത്രമായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഹെയർ ഫോൾ ഒന്നുമില്ല, ഒരു സാധാരണ രീതിയിലുള്ള നോർമൽ ഹെയർ ഫോളേ ഉള്ളൂ. അതായത് ഒരു 100 മുടി വരെയൊക്കെ നോർമൽ ഒരു സ്കാൽപ്പിൽ നിന്ന് നമുക്ക് ഡെയിലി കൊഴിഞ്ഞു പോകും. അത് അത്ര നോട്ടീസബിൾ ആവുകയില്ല. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ മുടി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കിടക്കണോടത്തും ഇരിക്കണോടത്തും വാഷ് ചെയ്യുമ്പോഴും ഹെയർ ബ്രഷ് ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് മുടി, ഒരു ഹാൻഡ്ഫുൾ ഒക്കെ മുടി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മളത് ഹെയർ ഫോൾ കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹെയർ കെയർ റുട്ടീൻ മാത്രം കൊണ്ട് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് എന്താണ് കോസ് എന്നുള്ളത്. അപ്പൊ ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോജെനിക് അലോപേഷ്യ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഈ കഷണ്ടി ആവുന്ന ഒരു അസുഖത്തിന് പറയാം. അതേപോലെ തന്നെ അതേ രീതിയിലുള്ള ഹെയർ ലോസ് ഫീമെയിൽസിനും വരും. ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയും. ചില ആളുകളിൽ വട്ടത്തിൽ മുടി പോവും, അലോപേഷ്യ ഏരിയറ്റാന്ന് പറയും. ചില ആളുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ താരൻ പോലെ കാണാം. അപ്പൊ എല്ലാവരും താരൻ എന്ന് വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ താരനായിരിക്കില്ല. അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ വേറൊരു കണ്ടീഷൻ ആവാം, അലർജി പോലത്തെ ഒരു കണ്ടീഷൻ ആവാം. അങ്ങനത്തെ ആ രീതിയിലുള്ള ഹെയർ ലോസും ഹെയർ ഫോളും ഹെയറിന്റെ അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒരു ഹെയർ കെയർ റുട്ടീൻ മാത്രം കൊണ്ട് ശരിയാവില്ല. എന്താണ് ഈ മുടി കൊഴിച്ചിലിന്റെ കാരണം ആദ്യം കണ്ടെത്തണം. കാരണം കണ്ടുപിടിക്കുക, അത് ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റ് ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്യുക. അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും, ഒരു ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ്, സപ്ലിമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അത് ഹെയർ ഫോളിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്, അത് ചിലപ്പോൾ സിറംസ് മാത്രം മതിയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വേണമെങ്കിൽ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ എല്ലാ ഹെയർ ലോസിനും പോയിട്ട് നമുക്ക് ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഹോം റെമഡീസോ ഹെയർ ഓയിലോ. ഹോം റെമഡീസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടില് ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലിനും കാച്ചിയ എണ്ണ തേച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നത്. ഈ ഓയിലിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇത് എത്ര ഡ്യൂറേഷനിലാണ് ചെയ്യേണ്ടത്? നമുക്ക് ഓയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് ഓയിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്കാൽപ്പും നമ്മുടെ സ്കിന്നും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഓയിൽ അത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളായിട്ട് പിന്നെ അതിന് കുറെ ഓയിൽ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ കുറച്ച് ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ ഒരു വീക്കിലി ട്വൈസ് ഓർ ത്രൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ തെറ്റും കാര്യങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ ഈ കാച്ചിയ എണ്ണ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് വേറെയും കുറെ ആഡഡ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ സ്കിന്നിൽ അലർജി ഉണ്ടാക്കും. നമ്മൾ മലയാളികൾ തന്നെ കണ്ടുപിടിച്ച ഒരു അസുഖമുണ്ട്, മുടിച്ചൂട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു. അത് നമ്മൾ മുടിച്ചൂട് ഡെർമറ്റൈറ്റിസ് എന്നാണ് അതിന്റെ പേര്. അത് നമ്മുടെ കാച്ചിയ എണ്ണ ഉപയോഗിക്കുന്ന ആളുകളിൽ നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് ഈ കഴുത്തിന്റെ ബാക്കിൽ ഉണ്ടാവുന്ന ഒരു തരം അലർജിയാണ്. ആ ഓയിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രിക്ഷനും കൊണ്ട് ഉണ്ടാവുന്ന ഒരു രീതിയിലുള്ള ഒരു അസുഖമാണ്. അപ്പോ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് മാത്രമാക്കുക. എല്ലാ ദിവസവും ഓയിൽ ഭയങ്കരമായിട്ട് ഓയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലം നല്ലതല്ല. അത് കൂടുതൽ സ്കിൻ ഓയിലി ആവാനും കൂടുതൽ പിമ്പിൾസ്, ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും കാരണമുണ്ട്. ഓയിലിംഗിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഷാംപൂയിങ്ങിന്റെ കാര്യം ഉറപ്പായിട്ടും ചോദിക്കേണ്ടതാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണോ, ഡെയിലി? ഇതെങ്ങനെയാണ് അതിന്റെ ആ ഒരു രീതിയിൽ? നമ്മൾ എല്ലാ ദിവസവും ഷാംപൂ ചെയ്യണതും കറക്റ്റ് അല്ല, ഷാംപൂ ചെയ്യാണ്ടിരിക്കണതും കറക്റ്റ് അല്ല. അതായത് നമ്മുടെ സ്കാൽപ്പിനനുസരിച്ചുള്ള, നമ്മുടെ ഹെയർ ഇപ്പൊ ഒരുപാട് കളർ ചെയ്ത് സ്ട്രൈറ്റനിങ്ങും കാര്യങ്ങളും ട്രീറ്റ്മെന്റ്സ് ഒരുപാട് ചെയ്ത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഹെയറും ഇതൊന്നും ചെയ്യാത്ത കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഹെയറും ഉള്ള ആളുകളിൽ ഒരേ ഷാംപൂ അല്ല യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു വീക്ക്ലി ഒരു ട്വൈസ് ഓർ ത്രൈസ് ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കും. അധികം ഗ്രീസും കാര്യങ്ങളും ഉണ്ടാവില്ല. ഡെഡ് സെല്ലുകൾ റിമൂവ് ചെയ്ത് പോകും. അപ്പൊ സ്കാൽപ്പ് കുറച്ചുകൂടി ക്ലീൻ ആയിട്ടിരിക്കും. ഹെയർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കും. പക്ഷെ ഡെയിലി ഷാമ്പൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലൊക്കെ കറക്റ്റ് ആയിട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ട് മാറും. അപ്പൊ ഡെയിലി ഷാമ്പൂ ചെയ്യണമെന്ന് കറക്റ്റ് അല്ല. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ഷാമ്പൂ ചെയ്യാം. പക്ഷെ ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടീഷണറും കൂടി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. കണ്ടീഷണർ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഹെയർ പിന്നെയും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ഡാൻഡ്രഫ് ഉള്ള ആളുകളും സാധാരണ രീതിയിലുള്ള ഒരു എവറിഡേ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് നമുക്ക് മെഡിക്കേറ്റഡ് ഷാമ്പൂസും കാര്യങ്ങളും ഉണ്ട്. അതനുസരിച്ചുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യണം. കണ്ടീഷണർ യൂസ് ചെയ്യുക. അതനുസരിച്ച് പിന്നെ ഈ വെറ്റ് ഹെയർ ഉണക്കുന്നതിലും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വെറ്റ് ഹെയർ നമ്മൾ വെറുതെ ഭയങ്കര ഹാർഷായിട്ട് ടവൽ കൊണ്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രിക്ഷൻ കൊണ്ട് തന്നെ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും. നമ്മൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യാം. കുറച്ചൊരു സോഫ്റ്റ് ടവൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ഈ ഡെയിലി ഷാമ്പൂ ചെയ്യുമ്പോഴോ ഡെയിലി കുളിക്കുമ്പോഴോ മെയിൻ ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടാവുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദിസ് ഈ ഡ്രൈയിങ് പ്രോസസ്സിലാണ്. തോർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ. അപ്പൊ ആ ഫ്രിക്ഷൻ കൊണ്ട് ഒരുപാട് മുടി കൊഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് അതിനകത്ത് കുറെ കാര്യങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കണം. നമ്മൾ ഭയങ്കര തിൻ ആയിട്ടുള്ള അതായത് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത ടൈപ്പ് ബ്രഷുകളാണ് ചിലർ ഉപയോഗിക്കുക. ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടാക്കും അത്. അങ്ങനത്തെ ബ്രഷുകൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് വൈഡ് ആയിട്ടുള്ള വൈഡ് ടൂത്തുള്ള വുഡൻ ബ്രഷസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഫ്രിക്ഷനും കാര്യങ്ങളും ഒന്നും വരില്ല. വുഡൻ ബ്രഷസ് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം ഫ്രിക്ഷനും കാര്യങ്ങളും വരില്ല. അതേപോലെ തന്നെ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ വെറ്റ് ഹെയർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോംബ് ചെയ്യാണ്ടിരിക്കുക. കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം കോംബ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹീറ്റ് യൂസ് ചെയ്തിട്ട് ബ്ലോ ഡ്രൈയും കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ ഹെയറിന്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ഹെയർ ഡാമേജ് ആവും. അതുകൊണ്ട് ഒന്നെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ലോ സെറ്റിംഗിൽ യൂസ് ചെയ്യുക. യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേയും കൂടി യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഇതിന് പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിക്കുന്ന ഭക്ഷണം, വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ എത്രത്തോളം ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു പ്രോട്ടീനാണ്. മനസ്സിലായി? ഹെയറിന് ആസ് സച്ച് നമ്മുടെ സ്കിൻ പോലെ തന്നെ എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് അത് ഗ്രോ ചെയ്ത് വരുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിനെ ബാധിക്കും. നമ്മുടെ ബോഡിയിൽ എന്ത് രീതിയിലുള്ള ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആദ്യം ഒരു പ്രിഫറൻസ് കൊടുക്കാതിരിക്കുന്നത് ഹെയറിനായിരിക്കും. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമുക്ക് ആദ്യം മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. ഇപ്പൊ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവും. നമ്മൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ വരും. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീനും അയണും ആണ് കൂടുതലും നമുക്ക് ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ കുറയ്ക്കാനും കൂടുതലായിട്ട് ആവശ്യം വരിക. നമ്മൾ ഹെയർ ഫോൾ കാണുമ്പോൾ എപ്പോഴും ഇതേപോലത്തെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ ചെക്ക് ചെയ്യും. അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളും തരും. അങ്ങനെയാണ് ഡയറ്റ് മാത്രമല്ല ഹൈഡ്രേഷനും വെള്ളം കുടിക്കലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഹെയറിനും സ്കിന്നിനും ഭയങ്കര സപ്ലിമെന്റ്സ് ഒന്നും അല്ലാതെ ഇപ്പൊ ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഇപ്പോ യങ്സ്റ്റേഴ്സിനോ ഒക്കെ അവരുടെ ഒരു ഡയറ്റില് ഈ പ്രോട്ടീനും അയണും ഒക്കെ ഉൾപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എല്ലാ ദിവസവും? ഇപ്പോ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ പ്രോട്ടീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ എഗ്സ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം നന്നായിട്ട്. പംകിൻ സീഡ്സ് ഒക്കെ കുറച്ചും കൂടി ഇതിലൊക്കെ റിച്ച് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോ മിൽക്ക്, യോഗേർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള ഡയറ്റിന് ഹെൽപ്പ് ചെയ്യും ആ രീതിയിൽ. പക്ഷെ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ അവർക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി ഓൾവേസ് കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ് ഇഫ് യു ഹാവ് എ ഹെയർ ഫോൾ. ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനത്തെ ഹെയർ ഫോൾ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ്. എല്ലാ ഹെയർ ഫോളും ചിലപ്പോൾ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കണം എന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ ആദ്യം ഹെയർ ഫോൾ എങ്ങനത്തെയാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ എല്ലാ അസുഖങ്ങളിലെയും പോലെ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. ചെയ്യാതിരിക്കുക. താങ്ക് യു.